ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന 8ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം പിൻവലിച്ചിരിക്കുകയാണ് NCERT. പാഠഭാഗത്തിനെതിരെ സുപ്രീം കോടതി തന്നെ വടിയെടുത്തതോടെയായിരുന്നു നടപടി. പിൻവലിച്ചാൽ മാത്രം പോരാ, ആരാണോ അതിന് ഉത്തരവാദി അവർക്കെതിരെ കർശന നടപടിയും ഉണ്ടാകണമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷഭാഷയിൽ ഉത്തരവിട്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന ഭാഗമായിരുന്നു വിവാദമായത്. വിഷയം സുപ്രീം കോടതിയിൽ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നായിരുന്നു കോടതി മറുപടി പറഞ്ഞത്. തുടർന്ന് സ്വമേധയാ കേസെടുത്ത കോടതി കടുത്ത ഭാഷയിലാണ് NCERT വിമർശിച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് വേണ്ടത്, അല്ലാതെ കുഴപ്പിക്കുകയല്ല എന്നും കോടതി വ്യക്തമാക്കി. ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കരുതിക്കുട്ടിയുള്ള നീക്കമാണ് എന്ന് പറഞ്ഞ കോടതി ഇതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയാമെന്നും പറഞ്ഞിരുന്നു. നേരത്തെയും പലതവണ NCERT പാഠപുസ്തകങ്ങൾ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നെങ്കിലും പലവിധ കാരണങ്ങൾ പറഞ്ഞ് NCERT തീരുമാനവുമായി മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇത്തവണ NCERTയുടെ കണക്കുകൂട്ടൽ പിഴച്ചുവെന്നാണ് കോടതിയുടെ പരാമർശങ്ങളും തുടർ നടപടികളും വ്യക്തമാക്കുന്നത്. പുസ്തകം രാജ്യത്തും വിദേശത്തും നിരോധിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് നിലവിൽ കോടതി. ഒപ്പം എല്ലാ പകർപ്പുകളും പിടിച്ചെടുക്കാനും പുസ്തകം പൂർണ്ണമായോ ഭാഗികമായോ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നത് നിരോധിക്കാനും കേന്ദ്രത്തിനും NCERT ചെയർമാനും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിഷയം വെറുതെ വിടില്ല എന്നും ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്ന കോടതിയുടെ പ്രതികരണമാണ്. വെറുതെ വിട്ടാൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്നാണ് കോടതി അതിന് പറയുന്ന കാരണം. തലകൾ ഉരുളണമെന്ന വാചകമാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വിഷയം എത്രമാത്രം ഗൗരവമേറിയതാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട് ആ വാക്കുകൾ എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്.